ശ്രീ സൈമൺ, സ്വാഗതം മാതൃഭൂമി ന്യൂസിലേക്ക്. ഈ നെയ്യാറ്റിൻകരയിൽ സംഭവം തുടക്കത്തിൽ തന്നെ വളരെ തിടുക്കപ്പെട്ട പോലീസ് ഇടപെട്ടു എന്നൊരു തോന്നലുണ്ടോ? അത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തിയതുകൊണ്ടാണ് അവിടെ ഒരു പ്രതിഷേധം ഉണ്ടായത്. വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. അത് ആ തരത്തിൽ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നു എന്ന് ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഇല്ല, ഗുഡ് മോർണിംഗ്. അതങ്ങനെയല്ല. പോലീസ് അത് വളരെ മാന്യമായി തന്നെ പിന്മാറിയല്ലോ. അതിനകത്ത് ഒരു പ്രതിഷേധം ഉണ്ടായി, അത് കഴിഞ്ഞ് പിന്മാറില്ല. പോലീസ് ചെയ്ത് വളരെ കാര്യമായിട്ടുള്ള കാര്യമാണ്. പോലീസ് സബ് കളക്ടറായിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഇതുപോലെ പ്രതിഷേധം ഉണ്ടായി. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു അന്വേഷണം അതിന് മുമ്പ് തന്നെ നടത്തിയാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അവർ ഒരു സ്റ്റേറ്റ് റെക്കോർഡ് ചെയ്തിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ സാധാരണ ചെയ്യുന്നത് നമ്മൾ അന്വേഷണം നടത്തി അവരെല്ലാം വിളിച്ചു വരുത്തി, അല്ലെങ്കിൽ അവിടെ ചെന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തു, അതിന്റെ കാര്യങ്ങളൊന്നും നോക്കി അതിനുശേഷമാണ് നമ്മൾ ഇങ്ങനെയുള്ള മുന്നോട്ട് പോകുള്ളൂ. അതേ ഡെഡ് ബോഡി അകത്തുണ്ടെന്ന് പറഞ്ഞാൽ അതാരാണെങ്കിലും പെട്ടെന്ന് ചെയ്യുന്ന ഡെഡ് ബോഡി പുറത്തെടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നുള്ളതാണ് അതാദ്യം ചെയ്യുന്നത്. കാരണം അതിന് ഓരോ ദിവസം കഴിയും തോറും ഡെഡ് ബോഡിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അത് ചില ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അതുകൊണ്ടാണ് പോലീസ് അത് ചെയ്യുന്നത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. പക്ഷെ ഇവർ പറഞ്ഞ പോലെ അല്ല, സ്റ്റേറ്റ്മെന്റ് എടുത്ത് കേസിന്റെ അന്വേഷണമൊക്കെ മുന്നോട്ട് പോയില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. സാധാരണ ചെയ്യാറുണ്ട്. അതാണ് അതിൻ്റെ തൊണ്ടായ കാര്യങ്ങൾ. പോലീസ് തിടുക്കപ്പെട്ട് ചെയ്യുന്നതല്ല, പക്ഷെ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ കുറവോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നത് അറിയത്തില്ല. പക്ഷേ ചെയ്യേണ്ടിയിരിക്കുന്നത് ഇതിന് കേസ് വരുമ്പോൾ അന്നേരം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവരിൽ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഒരു അന്വേഷണം നടത്തി അത് എവിടെയാണ് എന്നുള്ളത് പറഞ്ഞ് വേണേ ഒരു മാസ്റ്റർക്ക് അവിടെ വേണേ എഴുതാം. അതിന്റെ പുറത്ത് വെച്ച് ഇങ്ങനെയാണ് ഇതിന്റെ തൊഴിൽ മാസ്റ്റർക്ക് എഴുതി തിരിച്ചു പോരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സിബിഷന് വേണ്ടിയുള്ള നോട്ടീസ് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അതുകൊണ്ടാണ്, അല്ല പോലീസിന്റെ അടുത്തൊരു പോലീസ് ഓരോരുത്തർ അന്വേഷണം ഓരോ രീതിയിലാണല്ലോ, അതുകൊണ്ടാണ് വന്നിട്ടുള്ളതാണ്. ചിലർക്കത് അങ്ങനെ തോന്നത്തില്ലായിരിക്കാം. പക്ഷെ അവർ പെട്ടെന്ന് തന്നെ ഡെഡ് എടുക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും. ഇനി ഈ ഒരു സംഭവത്തിൽ എന്തായിരിക്കും പോലീസ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എങ്ങനെയായിരിക്കും? ഇതിപ്പം എക്സ്ഹ്യൂമേഷൻ കഴിഞ്ഞു, ഇനി പോസ്റ്റ്മോർട്ടം വെച്ചാൽ ടീം ഓഫ് ഡോക്ടേഴ്സ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ന്യൂസ് കണ്ടില്ല, ഞാൻ പുറത്താണ് വന്നത്. അതുപോലെ തന്നെ ഇത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഉടനെ തന്നെ കെമിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട് മറ്റു DNA അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം വന്ന് ഇവരുടെ ഡിസ്കഷൻ കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകും. അതായത് ഒരു കേസിൽ ഡെഡ് ബോഡി കിട്ടിയതുകൊണ്ട് മാത്രമേ അന്വേഷണം പൂർത്തിയാകത്തില്ല. ഡെഡ് ബോഡി നോക്കിയിട്ട് 10-1 ഒരു 100-ൽ 10% മാത്രമേ ഉള്ളൂ അതിന്റെ ഒരു അന്വേഷണത്തിന്റെ ഭാഗം എന്ന് പറയുന്നത്. 10% മാത്രം, ബാക്കി 90% ബാക്കിയുള്ള അന്വേഷണങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ മാത്രമേ കേസ് തെളിയാൻ പറ്റുള്ളൂ. അതിന്റെ സർക്കംസ്റ്റാൻസ്, അതിന്റെ സാഹചര്യം വളരെ വിലപ്പെട്ടതാണ്. സാഹചര്യം എങ്ങനെയാണോ വന്നത്, എന്തുകൊണ്ട് വന്നു എന്നുള്ളത്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞത്, ഈ രണ്ടു കൂട്ടർക്കും വ്യക്തമായിട്ടുള്ള സംശയങ്ങളെല്ലാം തന്നെ ദൂരീകരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം പറഞ്ഞ സംശയങ്ങളെല്ലാം തന്നെ ദൂരീകരിക്കണം. ഇവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ അതിന് ബെനിഫിറ്റ് അവർക്ക് വീട്ടുകാർക്ക് തന്നെയാണ്, അത് വേറെ ആർക്കുമല്ല. ബെനിഫിറ്റ് അല്ലെങ്കിൽ അവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പക്ഷേ അതുകൊണ്ട് എല്ലാ സംശയങ്ങളും ദൂരീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എല്ലാവരുടെ ആവശ്യമാണ്. അത് ആ വീട്ടുകാരുടെ ആവശ്യമാണ്, നാട്ടുകാരുടെ ആവശ്യമാണ്, എല്ലാ സംഘടനകൾക്ക് ആവശ്യമാണ്. മറിഞ്ഞു വെക്കാതെ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി എല്ലാ കാര്യം പുറത്തു കൊണ്ടുവരിക എന്നുള്ളത്. പുറത്തുനിന്ന് വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ എന്നുള്ളതല്ല പറയുന്നത്. പക്ഷെ അത് കൃത്യമായ രീതിയിൽ ഈ കുരുക്കലിൽ അഴിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ ഇൻക്വസ്റ്റ് കഴിഞ്ഞ് ഈ പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ ഇതിന്റെ അന്വേഷണം വളരെ കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അത് അവർ കൊണ്ടുപോവുകയും ചെയ്യും. മാത്രമല്ല സർ, ഇത്രയും സെൻസിറ്റീവായൊരു വിഷയമായതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇടപെടുമ്പോൾ അത് അത്രയും ശ്രദ്ധയോടെ കുടുംബാംഗങ്ങളുടെ വികാരത്തെ പൂർണ്ണമായും പരിഗണിച്ചുകൊണ്ടും ഒരു മുന്നോട്ട് പോക്കായിരിക്കും വേണ്ടതും, അല്ലേ? അല്ല, എനിക്ക് പറയാത്ത കുടുംബാംഗങ്ങളും ഇപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അവർ ശരിയാണ്, അവരുടെ സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂ ആണ്. പക്ഷെ കുടുംബാംഗങ്ങൾ ചെയ്യേണ്ടിയിരുന്നു ഇങ്ങനെ സംഭവം ഉണ്ടാകുമ്പോൾ അവരുടെ കൂടെ ഉത്തരവാദിത്വമായിരുന്നു ഇത് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. കാരണം ഒരു കുടുംബത്തിൽ ഇത് എൻ്റെ ഫാദറിനെ പറ്റി ഇങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പിതാവിനെ പറ്റി ഉണ്ടായിട്ടുണ്ട്, സമാധി ഞങ്ങൾ ഇരുത്തുകയാണ്, പക്ഷെ ഇങ്ങനെ സംഭവം ഉണ്ടായി, ഓക്കെ ചെയ്യട്ടെ. അങ്ങനെ അതാണ് അതിൻ്റെ ഒരു കുറച്ചും കൂടി നന്നായി ഇരുന്നേനെ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവർ തന്നെയാണ് ഈ സംശയം ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം അവർക്ക് തന്നെ ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഈ കുറ്റത്തിലൊക്കെ പറയുന്ന പോലെ തന്നെ ഇപ്പൊ ഒരാൾ സംശയത്തിൽ നല്ല നിർത്തുകയാണെങ്കിൽ അയാൾ തന്നെയാണ് അതിൻ്റെ പല കേസിലും
ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അപ്പം അതൊരു കാര്യമാണ്. പിന്നെ നിയമത്തിന് അതീതരല്ലല്ലോ ആരും, അതുകൊണ്ട് നിയമത്തിന് അതീതരായിട്ട് ആരും പോകാൻ പാടില്ല. അതുകൊണ്ട് ഇത് വ്യക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പക്ഷെ അവര് തീർച്ചയായും സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യം അതാണെന്ന് തോന്നുന്നു. നിയമത്തിന് അതീതരല്ല ആരും, എല്ലാവരും നിയമത്തിന് വിധേയരായി മുന്നോട്ട് പോകേണ്ടതാണ് എന്നതാണ്. ശ്രീ KG സെമൻ, വളരെ നന്ദി ഒപ്പം ചേർന്നതിന് അഭിപ്രായം പങ്കുവച്ചത്.